ഒരു 4 ദിവസം മെഡിക്കൽ കോഡിംഗ് കോഴ്സും കൂടെ അവർക്ക് കൊടുക്കും. മെഡിക്കൽ കോഡിംഗ് ടോട്ടൽ എത്ര ദിവസത്തെ കോഴ്സാണ്? 10 ദിവസത്തെ ക്യാമ്പായിരിക്കും, ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ അവർക്ക് മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് താല്പര്യം, ആ രീതിക്ക് അവർക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. എനിക്ക് ഉറപ്പുണ്ട് ഈ 10 ദിവസം കൊണ്ട് കുറച്ച് പേരുടെ ലൈഫിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനെ കൊണ്ട് പറ്റും എന്നുള്ളൊരു. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിജീവന പാതയിലാണ് നമ്മളെല്ലാവരും തന്നെ. ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു, അത് ഏത് മേഖലയായാലും. അത്തരത്തിൽ ഒരു മേഖലയിലുള്ള ഒരാളെയാണ് ഇന്ന് മുഖാമുഖത്തിൽ പരിചയപ്പെടുത്തുന്നത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ബത്തേരിയും കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷനും ഡിഗ്രി കഴിഞ്ഞവർക്കായി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സൗജന്യമായി നൽകുന്നു. കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് മാനേജറും ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ സോൺ ട്രെയിനറുമായ സിന്ധു സൂരജാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ മുഖാമുഖത്തിൽ എന്നോടൊപ്പം. നമസ്കാരം മാഡം. നമസ്കാരം. എന്താണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ദുരന്തം സംഭവിച്ചത് ചൂരൽമലയിലാണെങ്കിൽ പോലും വയനാട് ജില്ലയെ മുഴുവൻ അത് ബാധിക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളുടെ മനസ്സിൽ ഒക്കെ, യുവാക്കളുടെ മനസ്സിലൊക്കെ ഒരു ആശങ്കയുണ്ട്, ഇനി എന്ത്, നെക്സ്റ്റ് എന്ത്, ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും. അപ്പം കുട്ടികളെയൊക്കെ നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്യും, അഡോളസൻസിനെ അങ്ങനെ കെയർ ചെയ്യും. പക്ഷെ ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെ നമ്മളൊന്നും അത്ര അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ശരിക്കും ഒരു അനിശ്ചിതത്വം ശരിക്കും ഒരു അനുഭവിക്കുന്നത് അവരാണ്. കാരണം ഭാവിയിൽ എന്ത്, കാരണം ഈ ഒരു വലിയൊരു ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്നത്. അതിന്റെ കെടുതികൾ ഓരോന്നോരോന്നായി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു ഭാവി എന്ത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പലർക്കും എത്താൻ പറ്റുന്നില്ല. ഞാനിനി എന്ത്, ഇപ്പം കഴിഞ്ഞ ദിവസം എന്റെ ബത്തേരിയുള്ള ഒരു ഫ്രണ്ട് വിളിച്ച സമയത്ത് പറഞ്ഞു, ഏകദേശം നിശ്ചയിച്ച കല്യാണാലോചനകൾ വരെ മുടങ്ങിപ്പോയിന്ന്. കാരണം അവിടേക്ക് കുട്ടികളെ കൊടുക്കില്ല എന്നുള്ള ഒരു ഇത്. അതുപോലെ ജോലി സാധ്യതകളും ഇപ്പം വയനാട് ബേസ് ചെയ്യുന്ന ടൂറിസവും അതുപോലെ തന്നെ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ യുവജനങ്ങൾക്ക് ഇതിലുള്ള പ്രതീക്ഷകൾ പതുക്കെ പതുക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതിന് ഞാനിനി എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എൻ്റെ എന്ത് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, കൺഫ്യൂഷൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം നല്ല ചെലവേറിയ കാര്യങ്ങളാണ്. പോയി പഠിക്കണമെങ്കിൽ നല്ല കോഴ്സസ് കിട്ടണമെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് മീറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് 10 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. JCI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇതിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. യുവാക്കളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ JCI നല്ല ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ ട്രെയിനിങ് ആയിട്ട് നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് 10 ദിവസത്തെ കൊണ്ട് ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ യുവാക്കളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്നതാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്. അപ്പൊ ബത്തേരി JCI കൂടെ ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ഇത് ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു ആശയം. ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഒന്ന്, ഞാൻ ട്രെയിനറാണ്. ഞാൻ കടന്നു വന്നത് JCIയിലൂടെയാണ്. അപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങൾ വരുത്തുമെന്ന് എൻ്റെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് ഉറപ്പുണ്ട് ഈ 10 ദിവസം കൊണ്ട് കുറച്ച് പേരുടെ ലൈഫിലെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഈ ഒരു സംരംഭത്തിന് മുന്നിട്ട് ഇറങ്ങാൻ ഒരു. ഇതിന്റെ മൊഡ്യൂളിനെ കുറിച്ചൊന്ന് ചുരുക്കി വിവരിക്കാമോ? ഓക്കെ, ഇതിന്റെ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക, ഒന്ന് ഇന്റർവ്യൂ ഓറിയന്റഡ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമ്മള് കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത് ഇവർക്ക് സംസാരിക്കാൻ പേടിയാ, ലാംഗ്വേജിന്റെ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇന്റർവ്യൂ ഓറിയന്റഡ് സെഷൻസ് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ റിലേഷൻഷിപ്സ്, എന്ത് കരിയർ ആണെങ്കിലും നമ്മൾ വളരണം എന്നെങ്കിൽ നമ്മളെ ബന്ധങ്ങൾ വളർത്തിയെടുത്തേ പറ്റുള്ളൂ. അപ്പൊ റിലേഷൻഷിപ്സ് എങ്ങനെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോവാ, അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കയറിപ്പോകാനുള്ള ഒരു ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടായിരിക്കും. പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക, 1-to-1 കൗൺസിലിംഗ് കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ടായിരിക്കും, ദുരന്തത്തിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച ആൾക്കാരുണ്ടായിരിക്കും, നിരവധി കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. ദുരന്തമുഖത്ത് നിന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടവർ തന്നെ ഒരുപാടുണ്ട്. അപ്പം MSW ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ. അപ്പൊ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സോഷ്യൽ വർക്കായി ഗവൺമെന്റ് സെക്ടറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മളുടെ സൈഡിൽ നിന്ന് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെയാണ് നമ്മൾ അതിന്റെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ ഈ ഒരു പരിപാടി കാണുന്നവർ ഇത് എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കേണ്ടത്, ഒപ്പം തന്നെ എവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത്, എങ്ങനെ അതിനെ കുറിച്ച്
ഒന്ന് വിശദീകരിക്കാമോ? അപ്പം ഫോൺ നമ്പർ നമ്മളെന്തായാലും ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നമുക്ക് പ്രോഗ്രാമിന്റെ സമയത്ത് ഫോൺ നമ്പർ എന്തായാലും നമ്മൾ തരും. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബത്തേരി ടൗണിൽ പോലീസ് സ്റ്റേഷൻ റോഡിൽ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസിന്റെ ഓഫീസ് ഉണ്ട്. അവിടെ നമ്മുടെ ക്ലാസ്സുകളുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാംസ് എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം മതി. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. യെസ്. ഈ പദ്ധതിയിലൂടെ എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? എന്താണ്? ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഓരോരുത്തർ വ്യത്യസ്ത മേഖലകളിൽ അവരുടെ കഴിവുകൾ അതൊക്കെ കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ആ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത്. ഈ പദ്ധതിയിലൂടെ നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? പദ്ധതികളിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒന്ന്, ഇപ്പൊ നമ്മൾ ഈ 4 ദിവസം കോഴ്സ് കളിക്കും. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഒരു 4 ദിവസം മെഡിക്കൽ കോഡിംഗ് കോഴ്സും കൂടെ ഇവർക്ക് കൊടുക്കും. മെഡിക്കൽ കോഡിംഗ് ആണ്. ടോട്ടൽ എത്ര ദിവസത്തെ കോഴ്സാണ്? 10 ദിവസത്തെ ക്യാമ്പായിരിക്കും, ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഒരു 4 ദിവസം ഇവർക്ക് മെഡിക്കൽ കോഡിംഗ് കൂടെ നമ്മൾ കൊടുക്കും. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് വളരെയധികം ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. ജസ്റ്റ് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് ഇതിനേക്കാൾ ജസ്റ്റ് 3 മാസം പഠിച്ചു കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നമുക്ക് പ്ലേസ്മെന്റ് നമുക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന്, കുട്ടികളെ പുതിയൊരു ജോലി സാധ്യത നമുക്ക് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഇപ്പൊ അവർക്ക് മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് താല്പര്യം, ആ രീതിക്ക് അവർക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. കാരണം ഞാൻ മാത്രമല്ല, ജെസി അത് ട്രെയിനേഴ്സും കൂടെ നമ്മളോട് ജോയിൻ ചെയ്യും. അപ്പോൾ അവരവരുടെ മേഖലയിലുള്ള കുറച്ച് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ ഇവർക്ക് പറ്റും. എനിക്കിപ്പം എൻ്റെ പാഷൻ ട്രെയിനറാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ട്രെയിനർ ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താ പഠിക്കേണ്ടത്, ഇതൊന്നും ബേസിക്കലി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നില്ല പണ്ട്. ജെസിയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ആ രീതിയിൽ ഓരോ കുട്ടികൾക്ക് ഓരോ തരത്തിലുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിക്ക് അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് ഇപ്പൊ ഈ ഇതിന്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് പ്രകാരം ചുരുക്കം പറയുകയാണെങ്കിൽ, കൃത്യമായി ഈ ഒരു കോഴ്സിന് വന്ന് ചേരുകയാണെങ്കിൽ കൃത്യമായി കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ഒരു വിവരം ലഭിക്കും. രണ്ടാമത്തത് ഇത് മറ്റു സംസാരിക്കാനുള്ളത്, അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു സ്കില്ലും കൂടെ ഇതിലൂടെ ലഭിക്കും. ഈ ഇത്രയും കാര്യങ്ങളാണ് കൃത്യമായ കോഴ്സിന്റെ വിവരങ്ങളോടൊപ്പം ഈ ജനറൽ ആയിട്ട് വരുന്ന ഇത്തരം കാര്യങ്ങളിൽ അവരെ ബെറ്റർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. എക്സാക്ട്ലി. അതിനെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ഇത്തരത്തിൽ ഇപ്പം ഈ കോഴ്സിനെ കുറിച്ച്? ഓക്കെ, അതല്ലാതെ മറ്റ് ഇപ്പൊ ഈ ഇന്ററാക്ഷൻ, അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അത്തരം കാര്യങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള ഒരു പരിശീലനമായിരിക്കും നൽകുന്നത്? അതായത് ഇപ്പം നമ്മൾ കറക്റ്റ് നമുക്കൊരു മൊഡ്യൂൾ ഉണ്ട്. അപ്പം നമ്മൾ ശില്പശാലയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതുപോലെ ആയിരിക്കും നമ്മളിത് പോകുന്നുണ്ടാവുക. ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അല്ല, ഞാനിത് കൃത്യമായി ചോദിക്കാനുള്ള കാരണം, ഇപ്പൊ ഓരോരുത്തരിലും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും. കൃത്യമായിട്ട് നിങ്ങളെയൊക്കെ മുൻപിൽ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ ഒരു കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ എങ്ങനെ കണ്ടെത്തി അവർക്ക് ഏതൊക്കെ തരത്തിൽ വേണം, അല്ലെങ്കിൽ ഏതിൻ്റെതൊക്കെ കുറവുള്ളത്, ആ ഒരു തരത്തിലേക്ക് എങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ കഴിയും? അവരായിട്ടുള്ള കൃത്യമായിട്ട് 1-to-1 ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. 1-to-1 ഇന്ററാക്ഷൻ അങ്ങനെയൊക്കെ നമ്മുടെ മൊഡ്യൂൾ അങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, ടൂൾസ് ഉണ്ടായിരിക്കും. കുട്ടികളെ ശരിക്കും അസസ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട് നമുക്ക്. അങ്ങനെ ആ അസസ്മെന്റിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന കുട്ടിക്ക് ഇന്ന കഴിവാണ്, അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറ്റും നമുക്ക്. ആക്ച്വലി ചിലപ്പോൾ അവർ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അവരുടെ ഇങ്ങനെ ഒരു സംസാരത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നേരത്തെ പറയുന്നുണ്ട് ജെസി കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷനും ആണ് ഈ പരിപാടി ജെസിയുടെ ഒപ്പം തന്നെ നടത്തുന്നത്. എന്താണ് ഈ കാർഡിയ എന്നതുകൊണ്ട് എന്താണ്? കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള മെഡിക്കൽ കോഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കാർഡിയ. ഓക്കെ, അപ്പം കാർഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോഡിംഗ് പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട്. പക്ഷെ അവർക്കില്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് കാർഡിയയ്ക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കാർഡിയയിൽ പഠിച്ച ഒരു കുട്ടി പോലും ജോലി ഇല്ലാതെ അല്ലെങ്കിൽ നടക്കേണ്ട അവസ്ഥ വരില്ല. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അഷുറൻസ് എന്ന് പറയുന്നത്. കുട്ടികളെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ വരെ സകല സ്കില്ലോടും കൊണ്ട് ഇരുത്താൻ നമുക്ക് പറ്റും. അത്രയധികം കമ്പനി കോൺടാക്ട്സ് നമുക്കുണ്ട്, അത്രയധികം പ്ലേസ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് രംഗത്ത് തന്നെ മെഡിക്കൽ കോഡിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോലി സാധ്യതയൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കൂടുതൽ പേര് ആ മേഖലയിലേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പലർക്കും അറിയില്ല ഇപ്പോഴും എന്താണ് ഈ മെഡിക്കൽ കോഡിംഗ്. അതേക്കുറിച്ച് ഒന്ന് പറയാമോ? അതായത് അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പം എനിക്ക് ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോഡിംഗ് എന്ന് കേൾക്കുമ്പോൾ അതെന്തോ ഭയങ്കര ടഫായിട്ടുള്ളൊരു സാധനമാണ്, അതുപോലെ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് എന്നൊക്കെയാണ് പൊതുവെ കുട്ടികളുടെ ധാരണ. അവർക്ക് അറിഞ്ഞുകൂടാ എന്താ മെഡിക്കൽ കോഡിംഗ് എന്ന്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഷ്യൻസിന്റെ ഡാറ്റ
ഇപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും അല്ലേ, അതായത് നമ്മളിപ്പോൾ ഡോക്ടറെ കണ്ടു, മെഡിസിൻ എടുത്തു, അതുപോലെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ രോഗവിവരങ്ങൾ മൊത്തത്തിൽ എല്ലാം ഉണ്ടായിരിക്കും. ഈ ഡാറ്റ മുഴുവൻ നമ്മൾ ഒരു യൂണിവേഴ്സൽ കോഡിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ഇത് ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമല്ല, ഏത് സ്ട്രീമിൽ പെട്ട കുട്ടികൾക്കും പഠിക്കാവുന്നതാണ്, സിമ്പിളാണ് പഠിക്കാൻ. അപ്പം അതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ സംബന്ധിച്ച് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുക, മെഡിക്കൽ കോഡിംഗ് ഉപയോഗിക്കുക ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക ഹോസ്പിറ്റലുകൾ, പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നമുക്ക് വരുന്നില്ല. ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, IT കമ്പനികളിലൊക്കെയാണ് ഒരു സെമി IT ജോബാണ് ആക്ച്വലി, ഒക്കെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത്തരത്തിൽ ഈ ഡാറ്റ സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനി ഉൾപ്പെടെ അത് ഏത് രീതിയിലാണ് പിന്നെ അത് ഉപയോഗപ്പെടുത്തുന്നത്? അതായത് ഇപ്പം ഒരു പേഷ്യന്റിന് ഒരു ക്ലെയിം കൊടുക്കേണ്ട സമയത്ത് ക്ലെയിം കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ലക്ഷക്കണക്കിന് പേഷ്യൻസ് ഉണ്ട്, ലക്ഷക്കണക്കിന് തവണ ഇൻസിഡൻസ് അസുഖങ്ങളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും. ആ സമയത്ത് ഇപ്പോൾ മൊത്തം ഫയലുകൾ നോക്കിയിട്ട് ഇവരുടെ ഡാറ്റ നോക്കി ഇവർ ക്ലെയിം കൊടുക്കുന്നത് പോസിബിൾ അല്ല അല്ലേ. അത് അപ്പോൾ ഈ ഒരു ഓരോ അസുഖത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കോഡ് ഉണ്ടായിരിക്കും. ആ കോഡിലേക്ക് കൺവേർട്ട് ജസ്റ്റ് ഇപ്പോൾ ഒരു 4-5 ലൈനിൽ ഒരു വലിയ ഫയൽ നമുക്കൊരു 4-5 ലൈനിലുള്ള കോഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ മൊത്തം ഹിസ്റ്ററിയും വരും. അപ്പോൾ അവർക്ക് ഡീകോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ടെക്നിക്ക് അറിയാവുന്ന ആൾക്ക് ഇത് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ കൂടുതൽ പേര് ഈ രംഗത്തേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ടോ? എക്സാക്ട്ലി, കുറേ പേര് വരുന്നുണ്ട്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഇപ്പം ഹൈദരാബാദ്, അതുപോലെ തന്നെ ബാംഗ്ലൂർ, കൊച്ചി, ഇന്ത്യക്ക് പുറത്തൊക്കെ എന്തുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ചിലർക്ക് വീട് വിട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അടുത്ത് ഇപ്പം നമ്മളെ വയനാടിനെ സംബന്ധിച്ച് നമുക്ക് വയനാട് കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ കാലിക്കറ്റും കമ്പനി ഉണ്ട്. പക്ഷെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഈ ഒരു സംഭവത്തിൽ പുറമെ പോയി ജോലി ചെയ്യണം എന്നുള്ള രീതിയിലല്ലായിരുന്നോ പറഞ്ഞിരുന്നത്? എക്സാക്ട്ലി, അതെ. അപ്പൊ അതിന്റെ ഒരു ജോലി സാധ്യത ഇവിടെ സ്വന്തം നാട്ടിൽ തന്നെ ജോലി സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന്. സ്വന്തം നാട്ടിൽ തന്നെ അത് കുട്ടികൾക്ക് പലർക്കും പല താല്പര്യങ്ങളാണ്. ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ഒരു ജനറേഷൻ മുമ്പുള്ള കുട്ടികൾക്ക് വിട്ടു പോവാൻ പേടിയായിരുന്നു, പിന്നെ ദൂരേക്ക് പോവാൻ പേടിയായിരുന്നു. ഒരിടയ്ക്ക് വിദേശത്ത് പോവാൻ ഭയങ്കര ഒരു ഫാഷനായിട്ട് വന്നു. ഇപ്പൊ എനിക്ക് വന്ന് കുട്ടികൾക്ക് ഹൈദരാബാദിലൊക്കെ പോകാൻ, നമ്മളെ പ്രേമല സിനിമയൊക്കെ വന്നതിന് ശേഷം ഹൈദരാബാദിലൊക്കെ പോകാൻ നല്ല താല്പര്യമുള്ള കുട്ടികളാണ്. അപ്പം നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. നാട്ടിൽ വർക്ക് ചെയ്യണം, ചിലർക്ക് വീടൊന്നും വിട്ടു പോകാൻ താല്പര്യം ഉണ്ടാവില്ല, അമ്മയും അച്ഛനും അവരുടെ അന്തരീക്ഷം കൂടി അതിനൊരു പ്രധാന ഘടകമാണ്. യെസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് നാട്ടിൽ പ്ലേസ്മെന്റ് കൊടുക്കാം. അല്ല, പുറത്തു പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവരുടെ ഇഷ്ടം എന്താണോ, അവരുടെ ചോയ്സ്, അവർക്ക് അങ്ങോട്ടേക്കുള്ള പ്ലേസ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സിന് ചേരുമ്പോൾ ഇതിന്റെ ഒരു കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? 27,000 രൂപയാണ് നമുക്ക് 3 മാസത്തെ കോഴ്സിന് വേണ്ടി വരിക. 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ CPC എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട് എഴുതാൻ. അപ്പം അതിപ്പം നമുക്ക് CPC എഴുതാതെ നമുക്ക് ജോലിക്ക് കയറാം. പിന്നെ അതിന് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വരാറുണ്ട്, ഇന്റേൺഷിപ്പ് വരാറുണ്ട്. ഇന്റേൺഷിപ്പും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലുകളായി, ചിലപ്പോൾ ഹോസ്പിറ്റൽ ആയിക്കോളന്നില്ല, ചിലപ്പോൾ കമ്പനീസ് ഇന്റേൺഷിപ്പ് ആവശ്യമുള്ള കുട്ടികൾക്ക് അങ്ങനെയും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് മോക്ക് സെഷൻസും മോക്ക് ട്രെയിനിങ്സും എല്ലാം നമ്മൾ കൊടുക്കും. എന്തായാലും വളരെയധികം നന്ദി. ഈ ഒരു സംഭവം നമുക്കറിയാം, വളരെ വലിയൊരു ദുരന്ത മുഖത്തെ നമ്മൾ നേരിട്ട് വരികയാണ്. ഈ ഒരു സമയത്തൊക്കെ ഏത് കോഴ്സിന് ചേരണം, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണം, ഭാവി ഏത് തരത്തിൽ, ഇതൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്തരം വലിയൊരു ദുരന്തം നമ്മുടെ പുറകെ കൂടി അതിൻ്റെ ഒരു കെടുതികൾ നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സുൽത്താൻ ബത്തേരി JCയും ഒപ്പം തന്നെ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസും ഇത്തരത്തിൽ വലിയൊരു ദൗത്യത്തിനാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഒപ്പം തന്നെ ഈ ഒരു പരിപാടി കാണുന്നവർ ഈ ഒരു അവസരം പരമാവധി എല്ലാവരും തന്നെ പ്രയോജനപ്പെടുത്തണമെന്നും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ മെഡിക്കൽ കോഡിംഗ് ഉൾപ്പെടെ JCയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, ഒപ്പം ഈ ഒരു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഈ ഒരു കോഴ്സ് എന്താ എന്ന് 10 ദിവസത്തെ കോഴ്സ് കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ലഭിക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ വിശദീകരിച്ചു. വളരെയധികം നന്ദി ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി ഈ ഒരു പരിപാടി വിശദീകരിച്ചതിന്. താങ്ക് യു സോ മച്ച്.